ഞാനിപ്പം നിങ്ങളിപ്പോൾ എന്നെ കാണുന്നത് നമസ്തേ ബാലി എന്ന ഫിലിമിൻ്റെ ലൊക്കേഷനിൽ വെച്ചിട്ടാണ്. നമസ്തേ ബാലിയിൽ മെയിൻ ക്യാരക്ടർ അഭിനയിക്കുന്നത് റോമയാണ്, പിന്നെ അജു വർഗീസ് ഉണ്ട്, അങ്ങനെ കുറേ പേരുണ്ട്. ഇതിൽ ഞാൻ അഭിനയിക്കുന്ന ക്യാരക്ടർ, ഞാൻ ചെയ്യുന്ന ക്യാരക്ടർ റോമയുടെ അമ്മയായിട്ടാണ്, മേരി. ചെറിയ കാര്യത്തിന് അപ്സെറ്റ് ആവും, വളരെ പെട്ടെന്ന് ടെൻഷൻ ആവുന്നത്, അങ്ങനെ ഒരു ക്യാരക്ടറാണ്. കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു എനിക്ക് ആദ്യം, കാരണം ഞാൻ പൊതുവേ ഭയങ്കര സ്ട്രോങ് ആയിട്ടൊരു ക്യാരക്ടറാണെന്ന് ഞാൻ എന്നെക്കുറിച്ച് വിചാരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് എല്ലാത്തിനും അപ്സെറ്റ് ആവുന്നൊരു ക്യാരക്ടറായിട്ട് അഭിനയിക്കേണ്ടി വരുമ്പോൾ ഒരു അത്രയ്ക്ക് ഒരു എന്താണ് പറയുക, ഒരു വളരെ ഈസി ആയിട്ട് ആവുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ലായിരുന്നു. പക്ഷേ ഓഫ് കോഴ്സ് ഡയറക്ടറും സ്ക്രിപ്റ്റ് റൈറ്ററും അതിനുള്ള വേണ്ട സപ്പോർട്ട് എനിക്ക് തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആൻഡ് ഐ ഹോപ്പ് ദിസ് ഫിലിം വിൽ ബി എ ഗ്രേറ്റ് ഹിറ്റ്. പിന്നെ അതാണ് എനിക്ക് നമസ്തേ ബാലിയെക്കുറിച്ച് പറയാനുള്ളത്. പിന്നെ ഞാൻ ചെയ്യുന്ന മറ്റ് ഫിലിംസ് ഏതാണ്, ഇപ്പോൾ കറൻ്റ്ലി ഞാൻ ചെയ്യുന്ന ദിലീപിൻ്റെ വില്ലാളി വീരനും അതിലും അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിപ്പോൾ ഞാൻ എറണാകുളത്താണ്, അത് തൊടുപുഴയിലാണ് ഷൂട്ട്. ഇത് കഴിഞ്ഞിട്ട് വീണ്ടും അവിടെ ലൊക്കേഷനിൽ ജോയിൻ ചെയ്യണം. പിന്നെ 1-2 തമിഴ് ഫിലിംസ് അപ്കമിങ് ഉണ്ട്. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നത്. നിങ്ങൾ എൻ്റെ മാത്രമല്ല എല്ലാവരുടെയും, നമ്മുടെ എല്ലാ ആർട്ടിസ്റ്റുകളുടെ എല്ലാ ഫിലിംസും നിങ്ങൾ കാണണം, നമ്മളെല്ലാവരും പ്രോത്സാഹിപ്പിക്കണം. മലയാളം ഇൻഡസ്ട്രി, ഫിലിം ഇൻഡസ്ട്രി ഒരു ഗ്രേറ്റ് ഇൻഡസ്ട്രി ആയിട്ട് നിങ്ങളെല്ലാവരും സപ്പോർട്ടോടെ തന്നെ അങ്ങനെ ആക്കാൻ പറ്റുള്ളൂ. അങ്ങനെ കാണണം നമുക്ക് എല്ലാവർക്കും കൂടെ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ബിജോയ് പറഞ്ഞ കഥയാണിത്. അപ്പോൾ ആ കഥയിലൊരു എലിമെൻ്റ് ഉണ്ടായിരുന്നു. ഞാനപ്പോൾ ലോ പോയിൻ്റെ സമയത്ത് ദേവനെ പരിചയപ്പെട്ട് ദേവനോട് ഈ കഥ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ലോ പോയിൻറ്റിൻ്റെ സമയത്ത് ഒരു 7 മാസം മുമ്പ് വർക്കൗട്ട് ചെയ്താണ്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് ഒരു പെൺകുട്ടിയാണ് ചെയ്യേണ്ടത്. പക്ഷെ അത് കുറച്ച് ചേഞ്ച് ഓവറുള്ള ഒരു ക്യാരക്ടർ. അപ്പോൾ അത് ഇതുവരെ ചെയ്ത ആൾ ചെയ്താൽ ശരിയാവില്ല. അതുകൊണ്ടാണ് നമ്മൾ 2.5 വർഷം മുമ്പ് ഇവിടുന്ന് ഇൻഡസ്ട്രിയിൽ നിന്ന് മാറുന്ന റോമയെ അപ്രോച്ച് ചെയ്തത്. പക്ഷെ കഥ കേട്ടോടനെ റോമ ഒക്കെ പറഞ്ഞു. അങ്ങനെ അത് ചെയ്യാൻ വേണ്ടി ബിജുവിൻ്റെ അടുത്തൊരു പ്രൊഡ്യൂസർ ഉണ്ടായിരുന്നു. അങ്ങനെ അത് പെട്ടെന്ന് നടന്നത്. ബിജോയേട്ടനാണ് ഫസ്റ്റ് ഈ കഥ 2 വർഷം മുമ്പ് ചിന്തിച്ചെടുത്തത്. അന്ന് തന്നെ നമ്മളുടെ ദിനിലിൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു. ദിനിൽ എൻ്റെ ഒരു പേഴ്സണൽ ഫ്രണ്ടായിരുന്നു. പുള്ളിക്കാരൻ ലോ പോയിൻ്റ് സെറ്റിൽ വെച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ അതിലൊരു എലമെൻ്റ് ഉണ്ടെന്ന് എനിക്കും തോന്നി. പുള്ളിക്ക് സ്ക്രിപ്റ്റിങ്ങിലേക്ക് അങ്ങോട്ട് ഇരിക്കാൻ ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല ബിജോയേട്ടന്. അപ്പോൾ ഞാൻ ദിനിലും കൂടി ഇരുന്ന് അത് ഡെവലപ്പ് ചെയ്ത് അതൊരു സ്ക്രിപ്റ്റാക്കി. ബിജോയേട്ടനാണെങ്കിൽ പുള്ളിക്കാരൻ്റെ വളരെ നല്ലൊരു ഫ്രണ്ടാണ് ഞങ്ങളുടെ പ്രൊഡ്യൂസർ. അപ്പോൾ അദ്ദേഹം ഈ പടം വളരെ സന്തോഷത്തോടു കൂടി പ്രൊഡ്യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇതിൽ പ്രൊഡക്ഷൻ വൈസ് വളരെയധികം സപ്പോർട്ട് കിട്ടുന്നൊരു വർക്കാണ്. കാരണം വലിയ സ്റ്റാർ കാസ്റ്റൊന്നും ഇല്ലാതെ നമ്മൾ ടെക്നിക്കലി സൗണ്ടായിട്ട് ചെയ്യാന്നുള്ളൊരു ടാർഗറ്റോടെ ചെയ്യുന്ന ഫിലിമാണ്. നല്ലൊരു സപ്പോർട്ട് കിട്ടി. അപ്പോൾ ഇങ്ങനത്തെ ഒരു പ്രൊഡക്ഷൻ ടീം എല്ലാവരും കൂടി വന്നപ്പോൾ അതൊരു പ്രൊജക്റ്റാക്കി മാറ്റാൻ ഞങ്ങൾ തീരുമാനിച്ചു. ഇത് വളരെ ആക്സിഡൻ്റലായിട്ട് സംഭവിച്ചൊരു കാര്യമാണ്. ഞാൻ ഒരു സ്ക്രിപ്റ്റ് ഫുള്ളായിട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചേതന മീഡിയ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പഠിച്ചത്. അവിടെ എന്നെ പഠിപ്പിച്ച ഡയറക്ടർ ജോ ചാലിശ്ശേരി എന്ന് പറഞ്ഞ ആൾ, പുള്ളിക്കാരൻ ഡേവിഡ് സാർ ഞങ്ങളുടെ പ്രൊഡ്യൂസറിൻ്റെ അപ്പോഴത്തെ ഒരു സിനിമ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഭൂപടത്തിലില്ലാത്തൊരിടം എന്നാണ്. അപ്പോൾ പുള്ളിക്കാരൻ എൻ്റെ സ്ക്രിപ്റ്റ് വായിക്കാൻ വേണ്ടി എടുത്ത് ഡേവിഡ് സാർക്ക് അത് കൊടുക്കുക ചെയ്ത്. ഡേവിഡ് സാറിന് ആ സ്ക്രിപ്റ്റ് എന്തോ അതിലൊരു എലമെൻ്റ് ഉണ്ടെന്ന് തോന്നി. അദ്ദേഹം അത് ചാക്കോച്ചൻ്റെ അടുത്ത് കൊണ്ടുപോയി കൊടുത്ത് ചാക്കോച്ചന് ഇഷ്ടപ്പെട്ടു. അങ്ങനെ അതൊരു പ്രോജക്റ്റ് ആയതാണ്. അങ്ങനെയായിരുന്നു എൻട്രി. അത് ഈ സിനിമ മാത്രമുള്ളൂ ഞങ്ങൾ ഒരുമിച്ച്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇനി ഞങ്ങൾ രണ്ടും ഇതേപോലെ ചിന്തിക്കുന്നൊരു സബ്ജക്റ്റ് വന്നാലും ഒരുമിച്ച് പ്ലാൻ ചെയ്യും. അല്ലെങ്കിൽ ദേവൻ ഇൻഡിപെൻഡൻ്റ് എഴുതിക്കൊണ്ടിരിക്കുന്നത്. ഹായ്, എൻ്റെ പേര് ഫാസിൽ നാസർ. ഞാൻ ഈ നമസ്തേ ബാലി എന്ന് പറഞ്ഞ ചിത്രത്തിൻ്റെ സിനിമാറ്റോഗ്രാഫറാണ്. ജോയ്സ് ഡയറക്റ്റ് ചെയ്യുന്ന പടമാണ് ഇത്. ഞാൻ സമീർ താഹിറിൻ്റെ കൂടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ്.
വളരെ പ്രതീക്ഷയോടെ കാണുന്ന ഒരു ചിത്രമാണിത്. കാരണം നമ്മളിത് ബാലിയിൽ ആദ്യമായിട്ട് ഷൂട്ട് ചെയ്യുന്ന ഒരു മലയാള ചിത്രമാണിത്. പിന്നെ ഫുൾ ഒരു ഹ്യൂമർ ഒരു കോമഡി ട്രാക്കിൽ പോകുന്നൊരു ചിത്രമാണ്. ഇതിൽ റോമ, അജു വർഗീസ്, മനോജ് കെ ജയൻ എന്നിവരാണ് ഇതിൽ. നമസ്തേ ഇന്ത്യ ഗ്രിൽസ്. ഞാനിപ്പോൾ നിൽക്കുന്നത് നമസ്തേ ബാലിയിലാണ്. ഇതിൽ എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് ക്ലാരി എന്നാണ്. ഇതിൽ അജു വർഗീസാണ് ഹീറോ. അജു വർഗീസിൻ്റെ അമ്മയായിട്ടാണ് ഞാൻ ഇതിനകത്ത്. സുനിൽ സുഗതയാണ് അച്ഛനായിട്ടുള്ളത്. ഇതിൽ നല്ലൊരു ക്യാരക്ടറാണ് ഇതിനകത്ത് കിട്ടിയിരിക്കുന്നത്. പക്ഷേ ഇതിൽ വർക്ക് ചെയ്യാൻ പറ്റിയതിൽ എനിക്ക് സന്തോഷമുണ്ട്. എനിവേ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു.